അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭാര്യ എത്ര പോരാ, അല്ലെങ്കിൽ ഭർത്താവ് എത്ര പോരാ എന്നൊക്കെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എവിടെയോ ജനിച്ച് എവിടെയോ വളർന്ന് റബ്ബിൻ്റെ ഖലാ കൊണ്ട് മാത്രം ഒന്നിച്ചവരാണ് നിങ്ങൾ. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട സ്ഥാനത്ത് പോരായ്മകളുടെ കെട്ടഴിച്ചു വിടുമ്പോൾ എവിടെയെന്നറിയാതെ പല ബന്ധങ്ങളിലും പോറലേൽക്കുന്നുണ്ട്. ശൈത്താന് ഏറ്റവും ആനന്ദം ലഭിക്കുന്ന ഒരു കാര്യമാണ് വിവാഹബന്ധത്തിൽ വിള്ളലുണ്ടാക്കുക എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും വേണമെങ്കിൽ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുക തന്നെ വേണം. ഞാൻ വിവാഹം കഴിച്ചത് എന്തിനാണ്? ഒരിണ ഉണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കൊരാൾ, അല്ലെങ്കിൽ മക്കളുണ്ടാവാനൊരു ബന്ധം. അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. എനിക്ക് സ്നേഹിക്കാനും ഞാൻ സ്നേഹിക്കപ്പെടാനും അതിനു വേണ്ടിയാണ് വിവാഹം. സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്നേഹത്തിനോടുള്ള സമീപനം വ്യത്യസ്തമാണ്. അവൾ ആഗ്രഹിക്കുന്നത് തന്നെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും തന്നെ കേൾക്കാനും ഒരാളിനെയാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതോ തന്നെ മെൻ്റലി ഫിസിക്കലി സപ്പോർട്ട് ചെയ്യുന്ന, തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളെയും. ഭാര്യയ്ക്ക് എന്ത് നൽകണമെന്ന് ഭർത്താവും ഭർത്താവിന് എന്ത് നൽകണമെന്ന് ഭാര്യയും മനസ്സിലാക്കുക. നിങ്ങൾ അലിയാകുമ്പോൾ അവൾ നിനക്ക് ഫാത്തിമയാകും. നിങ്ങൾ റസൂലാകുമ്പോൾ അവൾ നിനക്ക് ആയിഷയാകും. നിങ്ങൾ ആകാശമാകുമ്പോൾ അവൾ നിനക്ക് ഭൂമിയാകും. നിങ്ങൾ മെത്തയാകുമ്പോൾ അവൾ നിനക്ക് പുതപ്പാവും. ഇഴചേർന്ന് പോകാനേ സാധിക്കൂ. കാരണം കുപ്പായം കീറുമ്പോൾ സൂചി മാത്രം കൊണ്ട് തുന്നാൻ പറ്റുമോ? നൂലുകൊണ്ട് മാത്രം പറ്റുമോ? ഇല്ല, രണ്ടും വേണമല്ലേ? അതുപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ. നമ്മൾ എന്താണോ നമ്മുടെ ദാമ്പത്യത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതാദ്യം നമ്മളാവുക. മറ്റേയാൾ താനായിക്കോളും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. സ്നേഹിക്കുക തൻ്റെ ഇണയെ. എങ്ങനെയാണോ സ്നേഹിക്കേണ്ടത് അങ്ങനെ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കൂ. എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കൂ. നമ്മുടെ മക്കളും കണ്ടു വളരട്ടെ. അല്ലാതെ ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചിട്ട് അവസാനം മരിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് ഓർമ്മയാണ് നൽകുന്നത്? ചിന്തിക്കുക. രണ്ടുപേരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിലാണ് ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നിലനിൽക്കുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കൂ. അവൻ നല്ല വഴികൾ നിങ്ങൾക്ക് മുന്നിലിട്ട് തരും ഇൻഷാ അല്ലാഹ്. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യൂ. അസ്സലാമു അലൈക്കും.